Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാതയിൽ ടാറിംഗ് ആരംഭിച്ചു. ഒരാഴ്ച കൊണ്ട് ടാറിംഗ് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാതയുടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2023 ഒക്ടോബറിലാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഇക്കാലമത്രയും വലിയ യാത്രാ ദുരിതമാണ് എളവൂർ, പുളിയനം, മാള, കോടുശ്ശേരി, വട്ടപ്പറമ്പ്, പീച്ചാനിക്കാട് നിവാസികൾ അനുഭവിച്ചത്. പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ഒപ്പം നിന്ന് മൈൻഡ് ഓഫ് അങ്കമാലി പലവട്ടം ഇതു സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. MP, MLA അടക്കമുള്ള ജനപ്രതിനിധികളും റെയിൽവേ അധികൃതരും ഇതേ തുടർന്ന് ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് വൈകിയെങ്കിലും ഇപ്പോൾ ടാറിംഗ് ആരംഭിച്ചത്. ടാറിംഗ് പൂർത്തിയാക്കാൻ ഒരാഴ്ച സമയമെടുത്തേക്കും. അതുവരെ അടിപ്പാതയിലൂടെയുള്ള വാഹന സഞ്ചാരം നിരോധിച്ചിട്ടുണ്ട്. ജനുവരി 23 മുതൽ 29 വരെ റോഡ് അടച്ചിടുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. BMBC നിലവാരത്തിലുള്ള റോഡുകളിൽ നടത്തുന്ന ടാറിംഗ് തന്നെയാകും അടിപ്പാതയിലും നടത്തുക. വഴിവിളക്കുകളുടെയും വെള്ളക്കെട്ടിന്റെയും പ്രശ്നത്തിനും പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. ടാറിംഗ് പൂർത്തീകരിച്ച ശേഷം ഇതു സംബന്ധിച്ച നടപടികൾ ഉണ്ടാകുമെന്നാണ് ബെന്നി ബെഹന്നാൻ MP കഴിഞ്ഞ ദിവസം മൈൻഡ് ഓഫ് അങ്കമാലിയോട് പറഞ്ഞത്. അടിപ്പാത പൂർണ്ണതോതിൽ സഞ്ചാരയോഗ്യമാകുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാരുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നതിനോടൊപ്പം ജനകീയ വിഷയത്തിൽ നടത്തിയ ഇടപെടലിൽ മൈൻഡ് ഓഫ് അങ്കമാലിക്കും അത് അഭിമാന നേട്ടമാകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.